ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ റെസ്റ്റ് ആവശ്യമാണ്. റെസ്റ്റ് എന്നാൽ വിശ്രമം ആവശ്യമാണ്. വിശ്രമം 7 തരത്തിലാണ് ഉള്ളതെന്ന് പറയുന്നത്. 7 തരത്തിലുള്ള ഈ വിശ്രമങ്ങൾ കൃത്യമായി നമ്മൾ പാലിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും ഒക്കെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കൂ. ആദ്യത്തെ റെസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ റെസ്റ്റാണ്. അതായത് ഫിസിക്കലായിട്ട് നമ്മുടെ ബോഡി ഫിസിക്കലായിട്ട് റെസ്റ്റ് കൊടുക്കുന്ന പരിപാടി. എങ്ങനെയൊക്കെയാണ് ഫിസിക്കൽ റെസ്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നല്ല ഉറക്കം കൊടുക്കുക, ഇടയ്ക്ക് ചില ബ്രേക്കുകൾ എടുക്കുക, നല്ല രീതിയിൽ മസാജ് ചെയ്യുക. ഇതൊക്കെ ഫിസിക്കലായിട്ട് നമ്മളെ കുറച്ചുകൂടി പാമ്പർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചില ബ്രേക്കുകൾ എടുക്കുക, ആവശ്യത്തിന് ഒരു പവർ നാപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? പലപ്പോഴും ജപ്പാനിലും കൊറിയയിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് പവർ നാപ്പ് എടുക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മുടെ എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും കൂടുന്നത് കാണാം. അപ്പോൾ ഫിസിക്കലി നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മെൻ്റൽ റെസ്റ്റാണ്. എന്താ മെൻ്റൽ റെസ്റ്റ്? മെൻ്റൽ റെസ്റ്റ് മനസ്സിന് കുറച്ച് സമാധാനം കൊടുക്കുക, ഒരു വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിന് വിശ്രമം കിട്ടാത്തത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ കാരണമാണ്. മൊബൈലിൽ നമ്മൾ സ്ഥിരം സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും, വാട്സപ്പിൽ സ്ഥിരം മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കും, സ്ഥിരമായി എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലൂടെ 1000 ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കും. അത്തരം ചിന്തകൾ ഓടാതെ കുറച്ച് നേരം ഈ മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് മെൻ്റൽ പീസിന് വേണ്ടി കുറച്ച് സമയം ഓരോ ദിവസവും ചെലവഴിക്കാൻ സാധിച്ചാൽ ഉറപ്പായും ഒരു മെൻ്റൽ റെസ്റ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും. അടുത്തത് ഇമോഷണൽ റെസ്റ്റാണ്. ഇമോഷണൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പല ആളുകളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ട് അവരുടെ ഇമോഷൻസും നമ്മളുടെ എമ്പതിയും സിമ്പതിയും ഒക്കെ കൂടിക്കലർന്ന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഒറ്റയ്ക്ക് കുറച്ച് നേരം നിങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചാൽ, ചിലപ്പോൾ ഒന്ന് ജേർണൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡയറി എഴുതാനോ ഒക്കെ സാധിച്ചാൽ നമുക്ക് നമ്മളെ തന്നെ കുറച്ചുകൂടി ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും. പ്രകൃതിയുമായി കുറച്ച് നേരം സംവദിച്ചാൽ, ഏതെങ്കിലും ഒരു റിസോർട്ടിൽ പോയി ഒറ്റയ്ക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ചെലവഴിച്ചാൽ, വേണമെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് നേരം വളരെ ശാന്തമായി കിടന്നാൽ ഒക്കെ ശരിക്കും ഇമോഷണൽ ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റിയും പീസും ഒക്കെ നമുക്ക് ലഭ്യമാവും. അപ്പോൾ ഇമോഷണൽ റെസ്റ്റും നമുക്ക് വളരെ പ്രധാനമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് സെൻസറി റെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കുക. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്, കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരല്പം റെസ്റ്റ് കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണ്. കണ്ണുകൾ അടച്ചു വെക്കുക. കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് വേണമെങ്കിൽ അതിന് ചെറിയൊരു തണുപ്പ് കൊടുക്കുക. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കുളിക്കുക. ഇതൊക്കെ സെൻസറി റെസ്റ്റുകളാണ്. നമുക്ക് സ്കിന്നിന് കുറച്ച് നേരം ഒരു സോഫ്റ്റ്നെസ് കൊടുക്കാം, അല്ലെങ്കിൽ ഐക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാം, ഇയറിന് കുറച്ച് റെസ്റ്റ് കൊടുക്കാം. വലിയ തിക്കും തിരക്കും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി നമുക്ക് വിശ്രമിക്കാം. ഭയങ്കരമായിട്ടുള്ള ഈ സ്മെല്ലൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട്, അതാണ് പ്രത്യേകിച്ചും നേച്ചറിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ നല്ല ഓക്സിജനൊക്കെ കിട്ടുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ പറയുന്ന സെൻസറി റെസ്റ്റ് ഉറപ്പാക്കാൻ സാധിക്കും. അടുത്ത റെസ്റ്റ് ക്രിയേറ്റീവ് റെസ്റ്റാണ്. ക്രിയേറ്റീവ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന ജോലികളിൽ നിന്ന് വിട്ടുമാറി നിങ്ങളെ ഏറ്റവും അധികം ആനന്ദിപ്പിക്കുന്ന ചില ജോലികളുണ്ടാവും. ചിലപ്പോൾ പടം വരയ്ക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ഉറക്കെ പാട്ട് പാടുന്നതായിരിക്കാം. അത്തരം കാര്യങ്ങളിലേക്ക് ഇൻഡൽജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജോലികളിൽ നിന്ന് മാറിയിട്ട് വളരെ ഈസി ആയിട്ടുള്ള, കൂളായിട്ടുള്ള ജോലികളിലേക്ക് മാറുന്ന പരിപാടിയാണ് ഈ ക്രിയേറ്റീവ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതും നമുക്ക് ഒരുപാട് പ്ലഷർ തരുന്ന കാര്യമാണ്. അടുത്തത് സോഷ്യൽ റെസ്റ്റാണ്. സോഷ്യൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ തളർന്നിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കാം. സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ തന്നെ കെയർ ഒന്ന് നോക്കാം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് കുറേ നാളായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മളുടെ ഹെൽത്ത് കറക്റ്റാക്കി എടുക്കാം. നമ്മുടെ ലുക്സ് വേണമെങ്കിൽ കറക്റ്റാക്കി എടുക്കാം. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം സോഷ്യലായിട്ടുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന റെസ്റ്റാണ് ഈ പറയുന്ന സോഷ്യൽ റെസ്റ്റ് എന്ന് പറയുന്നത്. ഫൈനലി സ്പിരിച്വൽ റെസ്റ്റാണ്. സ്പിരിച്വൽ റെസ്റ്റ് നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി ഭയങ്കര ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. വേണമെങ്കിൽ നമുക്ക് വളണ്ടിയർ ചെയ്ത് ഏതെങ്കിലും ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റി ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക. ഒന്നും തിരിച്ചാഗ്രഹിക്കാതെ നമുക്കുണ്ടാവുന്ന ഒരു പ്ലഷറുണ്ട്. അത് ചെയ്താൽ മാത്രം കിട്ടുന്നൊരു പ്ലഷറാണ്. ഇതൊരു സ്പിരിച്വൽ റെസ്റ്റാണ്. അപ്പോൾ ഈ സ്പിരിച്വൽ റെസ്റ്റിന് വേണ്ടി നമുക്ക് പ്രകൃതിയുമായി ഒരുപാട് സമയം, ഇത് പ്രകൃതിയുമായി സമയം ചെലവഴിക്കുന്ന ഇതിനകത്ത് പല റെസ്റ്റുകളിലും കടന്നു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രകൃതിയുമായി സമയം ചെലവഴിക്കുക, ഒറ്റയ്ക്ക് കുറച്ച് സമയം കൊടുക്കുക, സെൽഫ് കെയർ കൊടുക്കുക, ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യുക. ഇതെല്ലാം വലിയ റെസ്റ്റും പ്ലഷറും നമുക്ക് തരുന്നതാണ്. ഈ എല്ലാ തരത്തിലുള്ള റെസ്റ്റുകളും കൃത്യമായിട്ടുള്ള കോമ്പിനേഷനിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഇപ്പോൾ 2025 പ്രത്യേകം ഉറപ്പിച്ചോളൂ,
ഈ റെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക. ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഓൾ ദി ബെസ്റ്റ്.